പന്തളത്ത് 11 വയസ്സുകാരി മരിച്ചത് പേ വിഷബാധ മൂലമല്ലെന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ ഫലം വന്നു. ഹന്ന ഫാത്തിമയ്ക്ക് പൂച്ചയുടെ നഖം കൊണ്ട് മുറിവേറ്റിരുന്നു. പ്രതിരോധ വാക്സിൻ എടുത്തതുമൂലമുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളാണ് മരണകാരണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഹന്ന ഫാത്തിമ മരിച്ചത്. വി ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും ടെലിഫോണിൽ ചേരുന്നു. ജയശങ്കർ, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഈ ഹന്ന ഫാത്തിമയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് രക്ത സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഈ പരിശോധനാ ഫലത്തിലാണ് ഇപ്പോൾ എന്തായാലും ഈ മരണ കാരണം പേവിഷബാധയല്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് ലഭിച്ചിരുന്നത്. ഹന്ന ഫാത്തിമയെ വളർത്തുപൂച്ചയുടെ നഖം കൊണ്ട് മുറിവേറ്റ രീതിയിൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. പിന്നീട് പ്രതിരോധ വാക്സിനുകളും നൽകി 2 ഡോസ് കുത്തിവയ്പ്പാണ് സ്വീകരിച്ചത്. ഇതിന് പിന്നാലെ ഉണ്ടായ പ്രശ്നങ്ങളാണ് ഈ മരണത്തിലേക്ക്. ഇതുമൂലം ശാരീരിക ബുദ്ധിമുട്ടുകളാണ്, ഈ വാക്സിൻ സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട ശാരീരിക ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിൽ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് നിലവിൽ ആരോഗ്യ വകുപ്പ് പറയുന്നത്. ഈ വാക്സിനുമായി ബന്ധപ്പെട്ട് ശരീരത്തിൽ പ്രവർത്തിച്ചപ്പോൾ അത് മറ്റ് അവയവങ്ങളെ ഉൾപ്പെടെ ബാധിച്ചു. ഇതാണ് മരണകാരണമെന്നാണ്. എന്തായാലും പേവിഷബാധ ഇല്ല എന്ന് ആരോഗ്യ വകുപ്പ് നിലവിൽ സ്ഥിരീകരിക്കുകയാണ്. ഈ പെൺകുട്ടി മരിച്ചതിന് ശേഷം ഉൾപ്പെടെ പൂച്ച വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടുകാർ ഉൾപ്പെടെ അത്തരത്തിൽ അസ്വാഭാവികതയൊന്നും പറയുകയും ചെയ്തില്ല. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇരിക്കുകയായിരുന്നു മരണം. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് കൃത്യമായി പരിശോധന ഫലം ഉൾപ്പെടെ ലഭിക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും പരിശോധനാ ഫലം ആശ്വാസം നൽകുന്നതാണ്. വളർത്തുപൂച്ചയ്ക്ക് നിന്ന് ഏറ്റ ഇതിൽ പേവിഷബാധ ഇല്ല, പേവിഷബാധയല്ല മരണകാരണം. വാക്സിനും എടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമെന്നാണ് നിലവിൽ ആരോഗ്യവകുപ്പ് പറയുന്നത്. ഈ വാക്സിൻ ശരീരത്തിൽ പ്രവർത്തിച്ചപ്പോൾ അത് മറ്റു അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ശരി, വി ജയശങ്കറാണ് ഇവർ നൽകിയത്.